TCVയുടെ എല്ലാ പ്രേക്ഷകർക്കും ലൈഫ് ലൈൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈശ്വരൻ മനുഷ്യന് നൽകിയ വിശിഷ്ടമായ വരദാനമാണ് ശബ്ദം. ശബ്ദത്തെ അറിയുക, സംരക്ഷിക്കുക, ശബ്ദം വികസിപ്പിക്കുക. ഇന്ന് ലൈഫ് ലൈനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വോക്കോളജിനെ പറ്റിയിട്ടാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനായിട്ട് എൻ്റെ കൂടെയുള്ളത് ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ. നമസ്കാരം ഫാദർ, സ്വാഗതം ലൈഫ് ലൈനിലേക്ക്. ഫാദറിനെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് വോക്കോളജിയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വോക്കോളജിസ്റ്റ് ആണ്. അതുമാത്രമല്ല, കർണാട്ടിക് മ്യൂസീഷ്യനാണ്. കർണാട്ടിക് മ്യൂസിക്കിൽ PhD എടുത്ത വ്യക്തിയാണ്. നമ്മുടെ തൃശ്ശൂർ ചേതന മ്യൂസിക് കോളേജിലെ പ്രിൻസിപ്പളാണ്. അതുകൂടാതെ ചേതന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോക്കോളജിയുടെ ഡയറക്ടർ കൂടിയാണ്. ഒരിക്കൽ കൂടി സ്വാഗതം ഫാദർ. സന്തോഷം. ഫാദർ, ശരിക്കും ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് അല്ലേ? ടീച്ചേഴ്സ്, DJക്കാർ, അതുപോലെ VJ, ഇങ്ങനെയുള്ളവർ. അപ്പോൾ ശബ്ദത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിവുണ്ട് എന്നുള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് അല്ലേ? അപ്പോൾ എന്താണ് ശരിക്കും ഈ വോക്കോളജി? വോക്കോളജിയെ കുറിച്ച് പറയുമ്പോൾ ശബ്ദശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അമേരിക്കയിൽ ഉടലെടുത്ത ഒരു ശാസ്ത്രശാഖയാണ്. വളരെ കുറച്ച് വർഷങ്ങളുടെ പഴക്കം അതിനുള്ളൂ. അപ്പോൾ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ശബ്ദം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ഒരു ദാനമാണ്. അപ്പോൾ ആ ശബ്ദത്തെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, ആ ശബ്ദത്തെ അതിൻ്റെ ക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ശബ്ദ പ്രശ്നമുണ്ടായാൽ എങ്ങനെയാണ് അതിനെ അതിജീവിക്കാൻ സാധിക്കുക, പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണൽ വോയിസ് യൂസറിന്. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയും അതിന് പ്രാപ്തമാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് വോക്കോളജി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊരു നിർവചനം പറയുകയാണെങ്കിൽ, വോക്കോളജി ഈസ് ദ സയൻസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഹ്യൂമൻ വോയിസ് ഹബിലിറ്റേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ് പറയുന്നത്. അപ്പോൾ ഹബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ ശബ്ദത്തെ നല്ല രീതിയിൽ സജ്ജമാക്കുക. ആ സജ്ജമാക്കി കഴിയുമ്പോൾ പല പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ മറുവശമാണ്, ഇനിയൊരു പ്രശ്നമുണ്ടായിട്ട് ആ പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വോക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ശരിക്കുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഈ വോക്കോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ്? ഇപ്പോൾ നമുക്ക് സാധാരണ പറയുമ്പോൾ സൈക്കോളജിസ്റ്റായിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരു ഗ്ലാസ്സിൽ ഒരു കഷ്ണം ഐസ് ഇടുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. അതിൽ 90% വെള്ളത്തിനടിയിലും 10% വെള്ളത്തിന് മുകളിലുമായിരിക്കും. പക്ഷേ ഇവിടെ ഈ ഹ്യൂമൻ വോക്കൽ കോഡ്സ് എന്ന് പറയുന്നത് 100% നമുക്ക് കാണാൻ പറ്റാതെ, എന്ന് വെച്ചാൽ ടോട്ടലി മിസ്റ്റീരിയസ് എന്ന് പറയും. പൂർണ്ണമായിട്ടും നിഗൂഢതയുള്ള ഒരു ശരീര ഭാഗമാണ് ഈ വോക്കൽ കോഡ്സ് എന്ന് പറയുന്നത്. നമുക്കത് കാണാൻ സാധിക്കില്ല, നമ്മളുടെ നഗ്നമായ നേത്രങ്ങൾക്ക് അത് കാണാൻ സാധിക്കില്ല. പവർഫുൾ ക്യാമറയിൽ മാത്രമാണ് അതിൻ്റെ ചലനങ്ങൾ. അപ്പോൾ നമ്മൾ അതിന് ലക്ഷ്യങ്ങളായിട്ട് കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോക്കോളജിയുടെ ലക്ഷ്യങ്ങളെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ വോക്കൽ ബിഹേവിയർ, വോക്കൽ കോഡ്സിൻ്റെ ബിഹേവിയർ എന്താണ്, അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാൻ, അതിനെ ചിട്ടപ്പെടുത്താൻ കുറച്ച് എളുപ്പമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ശബ്ദത്തെ എങ്ങനെ ശാസ്ത്രീയമാക്കാം. ശാസ്ത്രീയമായി നമ്മൾ ശബ്ദോൽപത്തി നടത്തുമ്പോൾ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, പ്രത്യേകിച്ച് പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സിൻ്റെ ഒരു മുഖ്യമായിട്ടുള്ള പ്രശ്നം വോക്കൽ സ്റ്റാമിനയാണ്. അപ്പോൾ ആ വോക്കൽ സ്റ്റാമിന വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. അങ്ങനെ വോക്കൽ സ്റ്റാമിന വർദ്ധിപ്പിക്കുക എന്നുള്ളതും വോക്കോളജിയുടെ പരമവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതുപോലെ ഈ പ്രൊഫഷണൽസിന് ഒരുപാട് ശബ്ദവുമായി റിലേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഒരുപാട് മനുഷ്യർ ശബ്ദത്തെ അവരുടെ ഒരു ജീവിത ഉപാധിയായിട്ട്, ജീവിത മാർഗമായിട്ട് കണക്കാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മ്യൂസിഷ്യൻസ്, ആക്ടേഴ്സ്, അല്ലെങ്കിൽ ആങ്കേഴ്സ്, ബ്രോഡ്കാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കേഴ്സ്, ലോയേഴ്സ്, ഒത്തിരി ആളുകൾ, അവരെ നമ്മൾ പറയുന്നത് പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ് എന്നാണ് പറയുന്നത്. പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ്.
അപ്പോൾ ഇതിൽ ഇവർക്ക് അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ശബ്ദം എന്ന് പറയുന്നത് അത് നമ്മുടെ വായുവിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. കാരണം നമ്മുടെ വായു തന്നെയാണ് ശബ്ദമായിട്ട് മാറുന്നത്. നമ്മുടെ ശ്വാസനാളത്തിൽ കൂടി വരുന്ന വായു സ്വനപേടകത്തിൽ തട്ടിക്കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അത് ശബ്ദമായി മാറുന്നു. അപ്പോൾ ഒരാൾക്ക് ശ്വാസഗതി കുറയുമ്പോൾ അതിനെ നമ്മളുടെ വോയിസ് സയൻസിൽ പറയുന്ന ലങ് പ്രഷർ, ആ ലങ് പ്രഷർ കുറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഉച്ചത്വം അല്ലെങ്കിൽ ആ ശബ്ദത്തിൻ്റെ ശക്തി നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് വായുബലം എന്ന് പറയുന്നത് അപ്പോൾ വായുബലത്തിൻ്റെ കുറവാണ് ഇന്നത്തെ വലിയൊരു പ്രശ്നം പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സിന്. അപ്പോൾ അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മളിന്ന് ശ്വസിക്കുന്ന വായു വളരെയധികം മലിനീകരണം സംഭവിച്ചതാണ്. അത് പണ്ട് ഇത്രയൊന്നും വോയിസ് പ്രോബ്ലംസ് മനുഷ്യർക്കുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ ശ്വസിക്കുന്ന വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഒരു ഇന്ത്യക്കാരൻ്റെ ലങ്സിൻ്റെ കപ്പാസിറ്റി 35% ആണ്. അപ്പോൾ 50% താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പലതരത്തിലുള്ള പൊല്യൂഷൻസാണ്. വാട്ടർ പൊല്യൂഷൻ അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ, അങ്ങനെ പലതരത്തിലുള്ള പൊല്യൂഷൻസ് നമ്മുടെ വോയിസിൻ്റെ ഉൽപ്പത്തിയെ ബാധിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അൺസയൻറ്റിഫിക് വോയിസ് പ്രൊഡക്ഷൻ ടെക്നിക്സ്. ഇപ്പോൾ നമ്മളുടെ ഈ പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സിന് ആരെയും ഒരു ശാസ്ത്രീയമായിട്ടുള്ള ശബ്ദോൽപാദന രീതി പഠിപ്പിക്കുന്നില്ല. ഏറ്റവും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിഷ്യൻസ് അല്ലെങ്കിൽ മ്യൂസിക് ടീച്ചേഴ്സ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ ഒരു മ്യൂസിക് കോളേജിലോ അക്കാഡമിയിലോ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ അവിടുന്ന് ഒരു റെപ്പർട്ടോയർ എന്ന് പറയും. ആ പാഠം പഠിപ്പിക്കുന്നതല്ലാതെ അതെങ്ങനെ പ്രയോഗിക്കണം, എന്തെല്ലാം മസിൽസ് എങ്ങനെയൊക്കെ ചലിപ്പിച്ചാലാണ് ഒരു ക്ലീൻ ആയിട്ടുള്ള ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയും അല്ലെങ്കിൽ ഒരു പഠന പദ്ധതി നമുക്കില്ല. അതുപോലെ തന്നെ ടീച്ചേഴ്സ്, BEd ഒക്കെ എത്രയോ സബ്ജക്റ്റ് BEd കോഴ്സിൽ ഇപ്പോൾ 2 കൊല്ലമാക്കി കഴിഞ്ഞു. ഇപ്പോഴും ഈ വോയിസ് പ്രൊഡക്ഷൻ സയൻസിനെ കുറിച്ച് ഒരു അക്ഷരം അതിൽ മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ പ്രൊഫഷണൽ യൂസേഴ്സ് ആ സമയം വെസ്റ്റിൽ അമേരിക്കയിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ മ്യൂസിക് ടീച്ചറുണ്ട് ഒരു വശത്ത്, അവർ ലെസൺസ് പഠിപ്പിക്കും. ഓൺ ദി അതർ ഹാൻഡ് മറുവശത്ത് സിംഗിങ് കോച്ച് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഒരു പക്ഷേ അവിടേക്ക് ഞങ്ങളെ പോലുള്ളവരുടെയൊക്കെ റോൾ അതാണ്. അപ്പോൾ എന്ത് മസിൽസ് ചലിപ്പിക്കണം, എങ്ങനെയാണ് വോയിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് ചെറുപ്പം തുടങ്ങി അവളെ ക്ലിയർ ആയിട്ടുള്ള ഡിറക്ഷൻസ് കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ ടെക്നിക്സ് നന്നായി ഉണ്ടാകുമ്പോഴാണ് ഒരാൾ നല്ലൊരു പെർഫോമറായി മാറുന്നത്. അത് സ്പീച്ചായാലും കൊള്ളാം, സിംഗിങ് ആയാലും കൊള്ളാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന അശാസ്ത്രീയമായുള്ള ശബ്ദോൽപത്തി ഒരു വലിയ പ്രശ്നമാണെന്ന് മനുഷ്യരുടെ ഇടയിൽ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ യൂസേഴ്സിന്. അതുപോലെ തന്നെ ജലാംശക്കുറവ് മനുഷ്യൻ്റെ ശരീരത്തിൽ. കാരണം ഒരു വ്യക്തി കുറേ നേരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വി ആർ പ്രൊഡ്യൂസിങ് ഹീറ്റ് എനർജി. ഇവിടെ അങ്ങനെ ചൂട് പിടിക്കുകയാണ്. നമ്മുടെ വോക്കൽ സ്വനപേടകത്തിലും അല്ലെങ്കിൽ സ്വനപേടക തന്ത്രികൾ എന്ന് പറയുന്നു, വോക്കൽ കോഡ്സ്, ആ പരിസരത്തുള്ള ടിഷ്യൂസ്, അവിടെയുള്ള മ്യൂക്കസൊക്കെ കൺജസ്റ്റഡ് ആകുകയാണ്. അപ്പോൾ നമുക്ക് സാധാരണ അങ്ങനെ വരുമ്പോൾ മനുഷ്യർ ത്രോട്ട് എന്ന് കാണിക്കും. അതൊരിക്കലും അലൗഡ് അല്ല വോയിസ് സയൻസിൽ. ആ ഒരു നമുക്ക് നമ്മുടെ വോക്കൽ കോഴ്സിൽ എന്തെങ്കിലും തടസ്സം നമുക്ക് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ അല്പം വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഉമിനീര് ഇറക്കുക. അപ്പോൾ നമ്മൾ പാടുകയാണെങ്കിലും ക്ലാസ് എടുക്കുകയാണെങ്കിലും ഇടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഡീഹൈഡ്രേഷൻ, ആ ജലാംശക്കുറവ് കൊണ്ട് ഒരുപാട് ശബ്ദ പ്രശ്നങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് LPR എന്ന് പറയും, ലറിഞ്ചോ ഫറിഞ്ചൽ റിഫ്ലക്സ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഭക്ഷണം കഴിഞ്ഞിട്ട് 2 മണിക്കൂറിന് ശേഷമേ ഉറങ്ങാവൂ. അപ്പോൾ നമ്മൾ അതിക്ക് മുമ്പ് ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന ആ പൊസിഷനിൽ നമ്മുടെ വയറിൽ നിന്ന് ആസിഡ് ഈ കഴുത്തിൻ്റെ അവിടേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു കിച്ച് ഫീലിംഗ് ആണ്. ഇറ്റ്സ് നോട്ട് കോൾഡ് അല്ല, അത് എന്തോ ഒരു അസ്വസ്ഥത, അത് ഈ ആസിഡ് റിഫ്ലക്സ് ആണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടീച്ചർ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് സ്കിപ്പ് ചെയ്യും. അപ്പോൾ അത് ടീച്ചറിനെ സംബന്ധിച്ച് അത്ര ആരോഗ്യകരമല്ല അത്. അപ്പോൾ ആ സമയത്ത് ഓരോ സമയത്തും നമ്മുടെ വയറിൽ സ്റ്റൊമക്ക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഭക്ഷണത്തെ ദഹിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ ആ സ്റ്റൊമക്ക് ആസിഡ് അവിടെയുള്ള കുടലും പരിസരത്തൊക്കെ ഓവർഫ്ലോ ചെയ്ത് ആ ആസിഡ് റിഫ്ലക്സ് വോക്കൽ കോഡ്സിൽ വന്ന് തട്ടും. അപ്പോൾ വോക്കൽ കോഡ്സിൽ വന്ന് തട്ടുമ്പോൾ നമ്മൾ പറയും ക്ലംസി വോക്കൽ കോഡ് ആകുമെന്ന് പറയും. എന്ന് വെച്ചാൽ അതിന് കട്ടി കൂടുമ്പോൾ നമുക്ക് ആ വോക്കൽ കോഡ്സിൻ്റെ ചലനാത്മകത നഷ്ടപ്പെടുകയാണ്. അപ്പോൾ നമുക്ക് അസ്വസ്ഥതയാണ് ശബ്ദം എടുക്കാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളാണ് പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ് അഭിമുഖീകരിക്കുന്നത്. അതുപോലെ
കാർട്ടിലേജ് അല്ലേ? കാർട്ടിലേജ് എന്താണെന്നുള്ളത് ശരിക്കും നമുക്കറിയില്ല. അപ്പോൾ അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ കാർട്ടിലേജ് എന്താണ്, അതിൻ്റെ വെറൈറ്റീസ് ഏതൊക്കെയാണ്? അതായത് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, വോയിസ് പ്രൊഡക്ഷൻ അതിൻ്റെ ഒരു ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ളൊരു മാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ അനാറ്റമി അല്ലെങ്കിൽ ഫിസിയോളജി, ശരീരത്തിൻ്റെ ഘടന അതിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് നമുക്കുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ യൂസറിനെ കുറച്ച് അതിൻ്റെ ഗുണങ്ങൾ കുറേ കിട്ടും. അപ്പോൾ കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോൺ, നമ്മുടെ പിന്നെ മസിൽ, അതിൻ്റെ ഒരു രണ്ടിനും നടുക്ക് നിൽക്കുന്ന ഒരു കാര്യമാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വോയിസ് പ്രൊഡക്ഷനിൽ 3 കാർട്ടിലേജസാണ് ഏറ്റവും മുഖ്യമായിട്ട് നിൽക്കുന്നത്. ഒന്ന് തൈറോയിഡ് കാർട്ടിലേജ്. ഇപ്പം നമ്മളിവിടെ കൈവയ്ക്കുകയാണ്, ഇതെൻ്റെ തൈറോയിഡ് കാർട്ടിലേജാണ്. നിങ്ങളവിടെ തൊട്ട് വയ്ക്കുക, ഈ ഇരിക്കുന്നത് ഇവിടെ നല്ല ഹാർഡായിട്ടുള്ള ഒരു പ്രതലം കാണാം. അത് എന്താ പറയുക, മോർ ദാൻ 90 ഡിഗ്രി ആംഗിൾ അതിരിക്കുന്നത്. അതിന് ഏകദേശം ഉൾവശത്താണ് വോക്കൽ കോഡ്സ് അല്ലെങ്കിൽ സ്വനപേടകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതാണ് തൈറോയിഡ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ വിൻഡ് പൈപ്പ്, ആ വിൻഡ് പൈപ്പിന് ശ്വാസനാളം, അതിന് ട്രക്കിയ എന്ന് ഒരു പേരുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു റിങ് പോലെയാണ്, ഈ കിണറിൽ റിങ് ഇറക്കാന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ റിങ് ഇറങ്ങി അതിൻ്റെ ഏറ്റവും മുകളിലൊരു റിങ് ഉണ്ട്. ആ റിങ്ങിനെയാണ് ക്രൈക്കോയിഡ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാർട്ടിലേജ് നമ്മുടെ വോയിസ് പ്രൊഡക്ഷനിൽ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അതിന് കുറച്ചും കൂടി ചേർന്ന ഒരു സ്ഥലത്ത് 2 മുത്തുമണി പോലെ 2 കാർട്ടിലേജ് ഉണ്ട്. അതിനെയാണ് പറയുന്നത് റെറ്റിനോയിഡ് കാർട്ടിലേജ്. അപ്പം ഇങ്ങനെ 3 കാർട്ടിലേജസാണ് വോയിസ് പ്രൊഡക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ നമുക്കൊരു വ്യക്തിക്ക് കുറച്ച് പ്രായമൊക്കെ കൂടുന്തോറും ഈ കാർട്ടിലേജിന് കുറച്ച് തേയ്മാനങ്ങളൊക്കെ വരും. അപ്പോൾ ഈ കാർട്ടിലേജിനെ ബന്ധിപ്പിക്കുന്ന ഒരുപാട് മസിൽസ് ഉണ്ട്, പേശികൾ. എന്നെ പറയും ഇൻട്രിൻസിക് മസിൽസ് ആൻഡ് എക്സ്ട്രിൻസിക് മസിൽസ് എന്നൊക്കെ പറയും. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ CT മസിൽ എന്ന് പറയും. അപ്പോൾ ക്രൈക്കോയിഡ് കാർട്ടിലേജിനും തൈറോയിഡ് കാർട്ടിലേജിനും ബന്ധിപ്പിക്കുന്ന പേശിയാണ് CT മസിൽ. അതാണ് പിച്ച് കൺട്രോൾ. ഇപ്പം ഞാൻ അങ്ങനെ ഒരു ശബ്ദം എടുക്കുകയാണെങ്കിൽ ഐ എം യൂസിങ് മൈ CT മസിൽ ഹൈ പിച്ചിലേക്ക് പോകുമ്പോൾ. അതേസമയം തന്നെ ഞാനൊരു മിഡ് റേഞ്ചിൽ പാടുകയാണെങ്കിൽ ദാറ്റ് ഈസ് TA മസിൽ. അപ്പോൾ തൈറോയിഡ് കാർട്ടിലേജും റെറ്റിനോയിഡ് കാർട്ടിലേജിനും ബന്ധിപ്പിക്കുന്ന ആ മസിൽസ് ഞാൻ ചലിപ്പിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ ഉള്ളിൽ നടക്കുകയാണ് ഓട്ടോമാറ്റിക്കലി. അതുപോലെ അടുത്തൊരു സംശയം എന്നുള്ളത്, സംസാരിക്കാൻ നമുക്കറിയാം, സംസാരിക്കുമ്പോൾ ശബ്ദം വരണമെന്നുള്ളത് അറിയാം, എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ശബ്ദത്തിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പ്രൊഡക്ഷനെ കുറിച്ച് പറയുമ്പോൾ അതിന് 3 ഭാഗങ്ങളാണ്. അപ്പോൾ സാധാരണ പറയും ഫങ്ഷണൽ യൂണിറ്റി ഓഫ് സിംഗിങ് എന്ന് പറയാറുണ്ട്. അതൊരു പുസ്തകം തന്നെയുണ്ട്. അപ്പോൾ അതിനൊരു 3 ഭാഗങ്ങളുടെ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു ചലനമാണ് നമ്മുടെ വോയിസ് എന്ന് പറയുന്നത്. സാധാരണ വോയിസ് എന്ന് പറയുന്നത് ഒരു യൂണിഫൈഡ് മസ്കുലർ മൂവ്മെൻ്റ് എന്ന് പറയാം. ഇപ്പം ഞാൻ ശബ്ദം എടുക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അതൊരു ഹോൾ ബോഡി എഫർട്ടാണ്, അല്ലാണ്ട് ഇവിടുന്ന് കൊണ്ട് മാത്രമല്ല ഞാൻ ശബ്ദം എടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ വോക്കൽ കോഡ്സിൻ്റെ മസിൽസ് ചലിക്കുന്നു, എൻ്റെ ചെസ്റ്റ് മസിൽസ് ചലിക്കുന്നു, എൻ്റെ എന്താ പറയുക ഷോൾഡർ മസിൽസ് ചലിക്കുന്നു, എൻ്റെ അബ്ഡോമിനൽ മസിൽസ് ചലിക്കുന്നു, എൻ്റെ ഇൻ്റർകോസ്റ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിപ്സിന് ഇടയ്ക്കുള്ള മസിൽസാണ് ഇൻ്റർകോസ്റ്റ്, അത് ചലിക്കുന്നു. ഇതെല്ലാം കൂടി മസിൽസിൻ്റെ ഒരു ചലനമാണ് ഒരു ശബ്ദം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നമുക്കൊരു ശബ്ദം കേൾക്കുമ്പോൾ വളരെ വളരെ ലളിതമായിട്ട് തോന്നാം. പക്ഷേ അതിൻ്റെ പുറകിലുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, സങ്കീർണത കൂടിയതാണ്. ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അതിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആക്ച്വേറ്റർ എന്നാണ് പറയുന്നത്, അതിൻ്റെ ശക്തി കേന്ദ്രം. അപ്പോൾ നമ്മുടെ ശബ്ദത്തിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ആക്ച്വേറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വയർ. ഉദാഹരണം പറഞ്ഞാൽ ഈ ഭാഗമാണ് നമ്മളുടെ ഡയഫ്രം, അബ്ഡോമിനൽ മസിൽസ്, അതിൻ്റെ മുകളിലുള്ള നമ്മുടെ വിഷര എന്ന് പറയും കുടലുകളുടെ സമൂഹം, അതിൻ്റെ മുകളിലുള്ള നമ്മുടെ വയറ്, ഇതെല്ലാമാണ്. അപ്പോൾ ഈ വാസ്തവത്തിൽ ഇവിടെ നിന്നാണ് ശക്തി കൊണ്ടുകൊണ്ടിരുന്നത്, നമ്മൾ എയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വായു ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അതിനോട് കൂടി തന്നെയാണ് നമ്മുടെ റിബ് കേജ്, അതെല്ലാം ആക്ച്വേറ്റിംഗ് ഏരിയയിൽ പെട്ടതാണ്. അപ്പോൾ റിബ് കേജിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ലങ്സ് ഇരിക്കുന്നത്, ആ ലങ്സും ആക്ച്വേറ്റിംഗ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു ശക്തി പ്രൊഡ്യൂസ് ചെയ്യുകയാണ്, വായുവിനെ തള്ളുകയാണ് മുകളിലേക്ക്. ആ തള്ളുന്ന വായു നമ്മുടെ ശ്വാസനാളത്തിൽ കൂടെ വന്ന് നമ്മുടെ സ്വനപേടക തന്ത്രികളിൽ, ദാറ്റ് ഈസ് കോൾഡ് വൈബ്രേറ്റർ, അവിടെ ഇത് ആക്ച്വേറ്റർ, രണ്ടാമത്തെ കാര്യം വൈബ്രേറ്റർ, അവിടെ തട്ടുകയാണ്.
അവിടെ തട്ടുമ്പോൾ ശബ്ദമായി മാറുകയും പിന്നെ മൂന്നാമത്തെ ഭാഗമാണ് റെസനേറ്റർ എന്ന് പറയുന്നത്. റെസനേറ്റർ എന്ന് പറയുമ്പോൾ ദാറ്റ് വിച്ച് ഷേപ്സ് യുവർ വോയിസ്. അപ്പോൾ നമ്മുടെ ശബ്ദത്തിന് ഒരു രൂപവും ഭാവവും അല്ലെങ്കിൽ വൈയക്തികത നൽകുന്നത് നമ്മുടെ തലയും കഴുത്തൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കഴുത്തില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, തല ഇല്ല എന്ന് വിചാരിച്ചാൽ നമ്മുടെ ശബ്ദം ഒന്നായിരിക്കും. കാരണം വായു സെയിമാണ് എല്ലാവരുടെയും, ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിജൻ സെയിം. അത് നമ്മുടെ ഓരോരുത്തരുടെയും കഴുത്തിൻ്റെ നീളം, അതുപോലെ തലയുടെ ഷേപ്പ്, ചുണ്ട്, മൂക്കിൻ്റെ നീളം, കണ്ണിൻ്റെ പൊസിഷൻ, കവിൾത്തട, ഇതെല്ലാം ഇതിൽ കൗണ്ടഡ് ആണ് നമ്മുടെ ഗിവൺ അനാറ്റമി. അതനുസരിച്ചാണ് നമ്മുടെ ശബ്ദത്തിനൊരു യുണീക്ക്നെസ്, ഒരു വൈയക്തിക ഭാവം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ശബ്ദം എൻ്റെ ഓറൽ ക്യാവിറ്റി, എൻ്റെ വായിലൂടെ, അതുപോലെ തന്നെ നെയ്സൽ ക്യാവിറ്റി, എൻ്റെ മൂക്കിലൂടെ, ഈ ദ്വാരത്തിലൂടെ പുറത്തേക്ക് ഓ എന്ന് ഞാൻ തള്ളുമ്പോഴാണ് ആ ശബ്ദോൽപത്തി, ഫൊണേഷൻ പ്രോസസ്സ് പൂർത്തിയാകുന്നത്. അപ്പോൾ ഇവിടുന്ന് വന്ന് വായുവിനെ തള്ളി, അപ്പോൾ എനിക്ക് ഇവിടുന്ന് വായു കൊടുക്കാനില്ലെങ്കിൽ പ്രശ്നമായി. അപ്പോൾ വായുവിന് ഞാൻ അതുകൊണ്ട് ലങ്സ് എപ്പോഴും നല്ല ശക്തിയുള്ളതായിരിക്കണം. നമ്മുടെ ശ്വസനേന്ദ്രിയത്തിൻ്റെ കപ്പാസിറ്റി എപ്പോഴും നല്ല ശക്തിയുള്ളതായി ഇരിക്കണം. എന്നാലാണ് നമുക്ക് നല്ല ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് ആക്ച്വേറ്റർ, വൈബ്രേറ്റർ, റെസൊനേറ്റർ, അങ്ങനെയുള്ളൊരു പ്രോസസ്സിലാണ് നമ്മുടെ ശബ്ദം പുറപ്പെടുവിക്കപ്പെടുന്നത്. നമ്മൾ ബോഡിയുടെ ഫിറ്റ്നസ് വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്, യോഗ അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ യോഗയും ശബ്ദവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ബന്ധമുണ്ട്. കാരണം വാസ്തവത്തിൽ ഞാൻ അമേരിക്കയിൽ ഈ വോയിസ് എന്നാണ് വോക്കോളജി പഠിച്ചതാണ്. അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ ഞാൻ ആദ്യം കൊളംബിയയിൽ ന്യൂയോർക്കിലുള്ള കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. പിന്നെ നാഷണൽ സെൻറ്റർ ഫോർ വോയിസ് ആൻഡ് സ്പീച്ച് എന്ന് പറഞ്ഞ് ഡെൻവർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പഠിച്ചു. അപ്പോൾ അവിടത്തേക്ക് അവരുടെ ഒരു അപ്രോച്ച് ഈസ് കംപ്ലീറ്റ്ലി വെസ്റ്റേൺ വോയിസ് പ്രൊഡക്ഷൻ തിയറീസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിത് പഠിക്കുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ കുറേ കാര്യങ്ങൾ ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അവർ ചെയ്യുന്ന പല കാര്യങ്ങളേക്കാൾ കൂടുതൽ നന്നായിട്ട്, പ്രത്യേകിച്ച് ശ്വാസഗതി നന്നാക്കാൻ ഏറ്റവും നല്ല സിസ്റ്റം നമ്മുടെ യോഗയാണ് ശരിക്കും. അപ്പോൾ കാരണം അതിലത്തെ പ്രാണായാമം എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ എക്സസൈസാണ് ശരിക്കും. അപ്പോൾ എന്താ ഞാൻ പറയുന്നതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ലങ് പ്രഷർ കുറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന സ്ട്രെസ്, എൻ്റെ വർക്ക് സ്ട്രെസ്, എനിക്കുണ്ടാകുന്ന എൻ്റെ ഫാമിലി സ്ട്രെസ്, പിന്നെന്താണ് ട്രാവലിംഗ് സ്ട്രെസ്, ബിസിനസ്, ഒരുപാട് സ്ട്രെസ് മീൻസ് നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ വറീസ്, ഇതൊക്കെ സ്ട്രെസ്സിൽ പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ മോഡേൺ ഡിസീസസ് ആർ മോസ്റ്റ്ലി ഓൾ സ്ട്രെസ് ബേസ്ഡ് ആണ്. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഓരോ ദിവസവും ഈ നെഗറ്റീവ് എനർജി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കയറുന്ന നെഗറ്റീവ് എനർജി പുറത്തേക്ക് പോകുന്നതിൻ്റെ പ്രപ്പോർഷൻ വളരെ കുറവാണ്. അതിനെക്കുറിച്ച് മനുഷ്യർ അത്ര അവെയറല്ല ശരിക്കും പറഞ്ഞാൽ, ബോധവാന്മാരോ ബോധവതികളോ അല്ല. അപ്പോൾ ഇവിടെ ഇത് വന്നു കഴിഞ്ഞ് ഉദാഹരണം പറഞ്ഞാൽ ചിലവരുടെ ലങ്സിൻ്റെ ഏരിയയിലാണ് ഈ നെഗറ്റീവ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ലങ്സിൻ്റെ മസിൽസിന് അവിടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കുകയും ലങ്സിൻ്റെ മസിൽസിനെ വീക്കാക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ലങ് പ്രഷർ കുറയും നാച്ചുറലി. അല്ലെങ്കിൽ ചിലവരുടെ തലയുടെ ഇവിടേക്ക് നെഗറ്റീവ് എനർജി സ്റ്റോർ, അപ്പോൾ മൈഗ്രെയിൻ വരുന്നു, അല്ലെങ്കിൽ ജോയിൻറ്റ് പെയിൻ, ഇവിടേക്കുള്ള എല്ലാം ഈ നെഗറ്റീവ് എനർജി എവിടെയെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രാണായാമ എന്ന് പറയുമ്പോൾ ഈ പ്രാണായാമ എന്താ പറയുക, നാഡീശോധന പ്രാണായാമമാണ്. പ്രത്യേകിച്ച് അനുലോമ, പലതരത്തിലുള്ള പ്രാണായാമമുണ്ട്. അനുലോമ വിലോമ പ്രാണായാമം എന്ന് പറയുമ്പോൾ അത് നാഡിയെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രാണായാമമാണ്. അപ്പോൾ നമുക്ക് 3 തരത്തിലുള്ള നാഡീ സംഭവങ്ങളുണ്ട്. ഇട, ഇടതുവശത്ത്, വലതുവശത്ത് പിങ്കള, അതിന് നടുക്കിൽ സുഷുമ്ന നാഡി. അപ്പോൾ ഈ നെഗറ്റീവ് എനർജിയുടെ സ്റ്റോറേജൊക്കെ നമ്മുടെ ഈ നാഡി അല്ലെങ്കിൽ നമ്മുടെ വെയിൻ സിസ്റ്റത്തിൽ, ഇപ്പോൾ വെസ്റ്റേൺ സയൻസ് പറയുമ്പോൾ ANS ഓട്ടോണമസ് നെർവസ് സിസ്റ്റം, അല്ലെങ്കിൽ CNS സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ ഇതിലേക്കൊക്കെ ഈ ബ്ലഡ് മൂവ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ നെഗറ്റീവ് എനർജി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം ആ ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കുകയും നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ വൈറ്റൽ ഓർഗൻസിൻ്റെ ശക്തി കുറയുകയും ചെയ്യും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അതിരാവിലെ ഒരു 15 മിനിറ്റ് അനുലോമ വിലോമ പ്രാണായാമം ചെയ്യുമ്പോൾ ഐ എം ടോട്ടലി വെന്റിലേറ്റിംഗ് മൈ നെഗറ്റീവ് എനർജി. ഞാൻ പുറത്തേക്ക് എൻ്റെ ഉള്ളിൽ സ്ട്രെസ്സിനെ മുഴുവൻ കളയുകയാണ്. കാരണം ഞാൻ കൂടുതൽ ഓക്സിജൻ എടുക്കും തോറും, പ്രാണായാമത്തിൽ അതാണ് സംഭവിക്കുന്നത്, കൂടുതൽ വായു ഞാൻ ഉള്ളിൽ സ്വീകരിക്കും തോറും എൻ്റെ ഉള്ളിൽ നിന്ന് ഈ നെഗറ്റീവ് എനർജി ന്യൂട്രലൈസ് ചെയ്ത് പുറത്തേക്ക് പോകും. മാത്രമല്ല എൻ്റെ ശരീരത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന സെൽസ്, ഡൈയിങ് സെൽസ് വിൽ ബി റിജനറേറ്റഡ്.
അപ്പോൾ അത് കൂടുതൽ ജനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ എനർജി ലെവൽ എപ്പോഴും ഹൈ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും 15 മിനിറ്റ് പ്രാണായാമം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ്, അവരുടെ ശബ്ദം വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷെ അത് ചെയ്ത വളരെ നല്ല ഒരു ഗുണം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ആസനാസ്, കുറച്ച് ആസനാസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന് സഹായിക്കുന്ന ആസനമാണ് എന്താ പറയുക, സിംഹാസന എന്ന് പറഞ്ഞത്. ഇതാണ് സിംഹാസന. അപ്പോൾ ഇവിടുത്തെ ഈ എല്ലാ പേശികളെയും അത് റിലാക്സ് ചെയ്യും. ഒരു 15 സെക്കൻഡ് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക, പിന്നെ റിലീസ് ചെയ്യുക. ഇതാണ് സിംഹാസനം എന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, വജ്രാസന, സർവാംഗാസന അല്ലെങ്കിൽ ധനുരാസന, ഇതൊക്കെ നമ്മുടെ ശബ്ദത്തെ മനോഹരമാക്കാനായിട്ട് സഹായിക്കുന്ന ആ വശത്തുള്ള നമ്മുടെ പേശികളൊക്കെ ചലിപ്പിക്കുകയും, പ്രത്യേകിച്ച് അബ്ഡോമിനൽ മസിൽസ്, വയറ് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് വോയിസ് പ്രൊഡക്ഷനിൽ. അപ്പോൾ അതുകൊണ്ട് സാധാരണ പറയും, നമ്മുടെ ഇന്ത്യൻ ശബ്ദശാസ്ത്രത്തിൽ പറയും ഉദരശുദ്ധി, ചിത്തശുദ്ധി, കണ്ഠശുദ്ധി, ഇത് മൂന്നും വേണം. അപ്പോൾ ഉദരശുദ്ധി എന്ന് പറയുമ്പോൾ നമുക്ക് മോഷൻ ഉണ്ടാവണം ഒരാൾക്ക്. ഒരു പ്രൊഫഷണൽ വോയിസ് യൂസറിന് വയറ്റിൽ നിന്ന് ശരിക്കും പോകുന്നില്ല, അയാൾ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അയാൾ ശബ്ദം വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ നമ്മൾ എലിമിനേഷൻ പ്രോസസ്സ് ശരിക്കും നടക്കുക എന്നുള്ളത് ശബ്ദത്തിന് വളരെ അത്യാവശ്യമാണ്. അതുപോലെ ചിത്തശുദ്ധി എന്ന് പറയുമ്പോൾ എപ്പോഴും സ്ട്രെയിനുള്ള ഒരു മനസ്സിൽ നിന്ന് നല്ല ശബ്ദം, നമുക്ക് ഇപ്പോൾ ടീച്ചേഴ്സ് വീട്ടിലെന്തെങ്കിലും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ദേ വിൽ ബി സ്ട്രെസ്ഡ്, അവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമുക്കൊരു കോൺസെൻട്രേഷനും നല്ലൊരു മൈൻഡ് സെറ്റ്, പാട്ടുകാർക്കാണെങ്കിലും ഒരു അൺഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാത്തൊരു മൈൻഡിലാണ് നല്ല സംഗീതം വരാൻ പോകുന്നത്. അതുപോലെ കണ്ഠശുദ്ധി. അപ്പോൾ കണ്ഠശുദ്ധിക്ക് നമ്മൾ അതിനുള്ള ഭക്ഷണങ്ങൾ, തണുത്ത ഭക്ഷണങ്ങൾ കഴിയുന്നിടത്തോളം ഒഴിവാക്കുക, അല്ലെങ്കിൽ എണ്ണ അധികമുള്ള ഭക്ഷണങ്ങൾ. അപ്പോൾ അങ്ങനെ ഈ ശബ്ദത്തിൻ്റെ പ്രൊഡക്ഷന് വിഘാതമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു സാക്രിഫൈസ് അത് വോയിസ് സയൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സിന്. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു സ്ട്രെസ് എന്നുള്ളത് കുറയ്ക്കണം എന്നുള്ളത്, ഭക്ഷണത്തിനെ പറ്റി എടുത്തു പറഞ്ഞു അല്ലേ? അപ്പോൾ ശരിക്കും എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷണം സാധാരണ നമ്മൾ പറയുന്നത് രാവിലെ നമ്മുടെ ശരീരത്തിന് ഒരു 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 എന്താ പറയുക, ഒരു ഡിസിപ്ലിൻ ഉണ്ട് ശരീരത്തിന്. ഇപ്പോൾ രാവിലെ 7:30 തുടങ്ങി 8:30 വരെ സാധാരണ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് സമയമാണ്. അപ്പോൾ സാധാരണ ഞാൻ പലപ്പോഴും എൻ്റെ ഈ വോയിസ് ക്ലിനിക്കിൽ വരുന്ന ടീച്ചേഴ്സ് പറയും, ഭർത്താവിന് ഭക്ഷണമൊക്കെ ശരിയാക്കി കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു, പിന്നെ എനിക്ക് സമയമില്ല, ഞാൻ ഓടി സ്കൂളിലേക്ക്. അപ്പോൾ ഈ ടീച്ചർ അറിയുന്നില്ല ഇത് അസിഡിറ്റി ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത്. അത് തന്നെയല്ല, നമ്മുടെ ബ്രെയിനിന് ബ്രേക്ക്ഫാസ്റ്റ് വളരെ നല്ലതാണെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് 7:30 തുടങ്ങി 8:30 വരെയുള്ള സമയത്ത് നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കുക. അതുപോലെ ഉച്ചയ്ക്ക് ഒരു 12:30 തുടങ്ങി മാക്സിമം 1:30 വരെയുള്ള സമയത്ത് ലഞ്ച് കഴിക്കുന്നു. അല്ലെങ്കിൽ രാത്രി ഒരു 7:30 തുടങ്ങി 8:30 വരെയുള്ള സമയത്ത് സപ്പർ കഴിക്കുന്നു. ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പർ എല്ലാവരും ഭയങ്കരമായിട്ട് ലേറ്റ് ആവുകയാണ്. നമ്മുടെ ഒത്തിരി ആളുകൾക്ക് അതാണ് ഒരു മെയിൻ പ്രശ്നം. അപ്പോൾ ലേറ്റ് ആകുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, പിന്നത്തെ മോഡേൺ ലൈഫിൽ സാധാരണ പറയും രാവിലെ യു ഈറ്റ് ലൈക്ക് കിങ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്വീൻ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ദഹനശക്തി ഉള്ളത് രാവിലെയാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കുറച്ച് താഴേക്ക് വരും. അപ്പോൾ ഈറ്റ് ലൈക്ക് പ്രിൻസ് ഓർ പ്രിൻസസ്. പിന്നെ പറയുന്നത് രാത്രി പറയുന്നത് ഈറ്റ് ലൈക്ക് ബെഗർ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ മോഡേൺ ജീവിത രീതിയിൽ എല്ലാവരും രാത്രിയാണ് ഇത് ഘോഷിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പക്ഷേ കുഴപ്പമില്ല, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെയും കുറച്ച് നേരത്തെ കഴിക്കുകയാണെങ്കിൽ ഇതെല്ലാം ദഹിപ്പിക്കാനുള്ള കുറച്ചും കൂടിയും ശരീരത്തിന് സാധിക്കും. ലേറ്റായിട്ട് കഴിക്കും തോറും ദഹനശക്തി, നമ്മുടെ മെറ്റബോളിക് സിസ്റ്റം അത് ഭയങ്കരമായിട്ട് അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ ഉറങ്ങാവൂ എന്നുള്ള ഒരു ചിട്ട നമ്മൾ പാലിക്കുകയാണെങ്കിൽ ആസിഡ് റിഫ്ലക്സ് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ പലരും അസിഡിറ്റി ഉണ്ടെന്ന് പോലും അവെയറാകുന്നില്ല പലർക്കും. കാരണം ആ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള ശാരീരികമായുള്ള അസ്വസ്ഥതകളുണ്ടെന്ന് പലരും കോൺഷ്യസ് അല്ല. അതുപോലെ തന്നെ നമ്മുടെ ഓയിലി ഭക്ഷണം. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊരു വോയിസ് പെർഫോമൻസ് ഉണ്ട്, അതൊരു ടീച്ചിങ് ആയിരിക്കാം, അല്ലെങ്കിൽ സിംഗിങ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പോൾ അതിന് ഞാൻ വളരെ ഒരു ഹെവി സ്റ്റൊമക്ക് ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് എളുപ്പമല്ല എൻ്റെ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അരവയറ് കഴിക്കുകയും പിന്നെ 1/4 വയറ് വെള്ളം കുടിക്കുകയും 1/4 വയറ് കാലിയാക്കി ഇടുക എന്ന് എപ്പോഴും ദാസേട്ടൻ, എൻ്റെ ഗുരു, നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതിന് വലിയൊരു ശാസ്ത്രമാണ് ശരിക്കും.
അപ്പോൾ ഒരു മിതമായിട്ടുള്ള ആഹാര രീതിയാണ് ഒരു പ്രൊഫഷണൽ വോയിസ് യൂസറിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. സമയപരിധി മൂലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് വോക്കോളജിനെ പറ്റിയിട്ടാണ്. നമുക്ക് പറഞ്ഞു തന്നത് ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കലാണ്. നമുക്ക് വീണ്ടും ഇതേ സബ്ജക്റ്റായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരയ്ക്കും നന്ദി.